എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തണപ്പാ. വീട്ടിൽ നിന്നൊരു സ്വൈര്യം തരുന്നില്ല അമ്മയൊന്നും. എന്റെ വീട്ടിൽ ഇത് തന്നെയാണ് അവസ്ഥ. അച്ഛൻ പറയുന്നത് ഞാൻ വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ കറണ്ട് ബില്ല് കൂടുന്നെന്ന്. അതെങ്ങനെയാന്ന്? ഞാൻ രാവിലെ മുതലേ ഫാനും ടി വി ഓൺ ആക്കിയിട്ട് ഇത്തം തന്നെയല്ലേ, വേറെ ചെയ്യാ. അത് കൂടും. ഞാൻ ഒരു ഇടപെടും, നമുക്കൊരു ബിസിനസ് തുടങ്ങിയാലോ? അതിന് തുടങ്ങാൻ പൈസ ഉണ്ടാ കൈമില്. നമുക്കൊരു വെജിറ്റേറിയൻ ഹോട്ടൽ തുടങ്ങിയാലോ? വിജയിക്കൂലേ? അതിന് എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ വല്ലതും പറയാ. അതിനല്ലേ ചങ്ങ ഈ ഫോണിൽ ഇന്റർനെറ്റ് യൂട്യൂബെല്ലാം ഉണ്ട്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഫുഡ് ഉണ്ടാക്കാം നമുക്ക്. പണ്ട് നെറ്റ് നോക്കിയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് കുക്കർ കത്തിപ്പോയത് ഓർമ്മയുണ്ടാ? അത് ശരി തന്നെ. എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് ജിമ്മ് തുടങ്ങിയാലോ? 2 പുഷപ്പ് അടിക്കാൻ കഴിയാത്ത നീയാ അതിന് ജിമ്മ് നടത്താൻ പോന്ന്? അതിന് നമ്മൾ മുതലാളിമാരല്ലേ, നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? അതിന് പണിക്കാർ നോക്കൂല നമ്മള്. നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ? പക്ഷെ എന്ത് കണ്ടന്റ് ചെയ്യും? വെറും 500 രൂപ കൊണ്ട് കോടീശ്വരനാകാനുള്ള 10 വഴികൾ. എങ്ങനെയുണ്ട്? കൊള്ളാം. ഇപ്പം വീട്ടുകാരെ ചീത്തയെ കേൾക്കുന്നുള്ളൂ. ഇനി ഇതും കൊണ്ടെങ്കിൽ നാട്ടുകാരെ മുഴുവൻ ചീത്തയും അടിയും എല്ലാം കൊള്ളേണ്ടി വരും അല്ലേ? എന്നാല് നിങ്ങൾ ഇവിടുന്ന് ആലോചിക്ക്. ഞാൻ പോയിട്ട് ചോറ് കഴിച്ചിട്ട് വരാം. ജോലിക്ക് പോയില്ലെങ്കിൽ പോയിട്ടില്ലാന്നേ ഉള്ളൂ. ഇങ്ങേരെല്ലാം വാക്ക് കേട്ടിട്ട് വല്ല ബിസിനസ്സും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുടുംബം കൊഞ്ഞാട്ടേ പോകും. പോട്ടെ. ശരി.